സുവിശേഷത്തിൻ തെളിച്ചം ആത്മാർപ്പണം വചനം സത്യം ജീവദായകം വചനം സത്യം ജീവദായകം വചനം സത്യം ജീവദായകം. അധ്വാനിപ്പവർത്തൻ സിരകളിലൊഴുകും ജീവൻ പകരും ദിവ്യഭോജനം. അധ്വാനിപ്പവർത്തൻ സിരകളിലൊഴുകും ജീവൻ പകരും ദിവ്യഭോജനം. അതിരുകൾ ഭേദിക്കും സ്നേഹത്തിൻ രശ്മികൾ ഞങ്ങളെ ഉണർത്തുന്ന പുതിയ പ്രഭാതം. അതിരുകൾ ഭേദിക്കും സ്നേഹത്തിൻ രശ്മികൾ ഞങ്ങളെ ഉണർത്തുന്ന പുതിയ പ്രഭാതം. മന്ന 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 ദൈവത്തിൻ വിളി കേട്ടു ഭവനത്തെ മറന്ന് ഇറങ്ങി വന്നവനല്ലോ പുരോഹിതൻ. ജന്മദേശത്തെ വെടിഞ്ഞ് അജഗണങ്ങൾക്കായി ജീവിക്കുന്നവനല്ലോ ഇടയൻ. ദൈവത്തിൻ വിളി കേട്ടു ഭവനത്തെ മറന്ന് ഇറങ്ങി വന്നവനല്ലോ പുരോഹിതൻ. ജന്മദേശത്തെ വെടിഞ്ഞ് അജഗണങ്ങൾക്കായി ജീവിക്കുന്നവനല്ലോ ഇടയൻ. താരയിൽ നിനക്കായി ബലിയാകാൻ വന്നൊരു ഇടയൻ. തിരുവഴിയിൽ നിന്നു നീ അകലാതിരിക്കുവാൻ തിരുവചനം പകരുന്ന ഗുരുവാണവൻ. ആ ഇടയന്റെ കണ്ണുനീർ വീഴ്ത്തരുതേ. ആ നെഞ്ചു പീടയുവാൻ ആ മനം തേങ്ങുവാൻ ഒരു നാളും നീ ഇടയാക്കരുതേ. ആ നെഞ്ചു പീടയുവാൻ ആ മനം തേങ്ങുവാൻ ഒരു നാളും നീ ഇടയാക്കരുതേ. ദൈവത്തിൻ വിളി കേട്ടു
കേട്ടു ഭവനത്തെ മറന്ന് ഇറങ്ങി വന്നവനല്ലോ പുരോഹിതൻ. ജന്മദേശത്തെ വെടിഞ്ഞ് അജഗണങ്ങൾക്കായി ജീവിക്കുന്നവനല്ലോ ഇടയൻ. ാശകളെല്ലാം പരികർമ്മം ചെയ്ത് നിന്നെ വിശുദ്ധനായി തീർക്കുന്നവൻ. അന്ത്യനേരത്ത് ലേപനം പൂശി പറുദീസ ഒരുക്കുന്ന നല്ലിടയൻ. ആ ഇടയന്റെ കണ്ണുനീർ വീഴ്ത്തരുതേ. ആ നെഞ്ചു പിടയുവാൻ, ആ മനം തേങ്ങുവാൻ ഒരു നാളും നീ ഇടയാക്കരുതേ. ആ നെഞ്ചു പിടയുവാൻ, ആ മനം തേങ്ങുവാൻ ഒരു നാളും നീ ഇടയാക്കരുതേ. ദൈവത്തിൻ വിളി കേട്ടു ഭവനത്തെ മറന്ന് ഇറങ്ങി വന്നവനല്ലോ പുരോഹിതൻ. ജന്മദേശത്തെ വെടിഞ്ഞ് അജഗണങ്ങൾക്കായി ജീവിക്കുന്നവനല്ലോ ഇടയൻ. ദൈവത്തിൻ വിളി കേട്ടു ഭവനത്തെ മറന്ന് ഇറങ്ങി വന്നവനല്ലോ പുരോഹിതൻ. ജന്മദേശത്തെ വെടിഞ്ഞ് അജഗണങ്ങൾക്കായി ജീവിക്കുന്നവനല്ലോ ഇടയൻ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കുരിശ് എന്നത് ഏറ്റവും സുന്ദരമായൊരു ധ്യാന വിഷയമാണ്. ഒരുപാട് വിശുദ്ധർ കുരിശ് നെഞ്ചോട് ചേർത്ത് ജീവിച്ചവരാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അഥവാ എല്ലാ വിശുദ്ധരും തന്നെ കുരിശിനെ സ്നേഹിച്ചവരാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. എടുത്തു പറയപ്പെടുന്ന കുരിശിൻ്റെ വിശുദ്ധ യോഹന്നാൻ എന്ന കർമ്മരീത പാരമ്പര്യത്തിലുള്ള വിശുദ്ധനും കുരിശിനെ ഒരുപാട് സ്നേഹിച്ച അസീസിലെ ഫ്രാൻസിസും അദ്ദേഹത്തിൻ്റെ തുടർച്ചയെന്നൊക്കെ പറയാവുന്ന വിശുദ്ധ പാന്ത്രിപ്പിയോ എന്ന ആധുനിക കാലഘട്ടത്തിലെ ഏറ്റവും ശക്തനായ വിശുദ്ധരൊരാളുമൊക്കെ കുരിശിനെയാണ് ഏറ്റവും കൂടുതൽ ധ്യാനിച്ചിട്ടുള്ളത്. നമ്മുടെ നാട്ടിലേക്ക് വരുമ്പോൾ എബ്രാസ്യാമിയുടെയും അൽഫോൺസാമയുടെയൊക്കെ ജീവിതം കുരിശിനോട് ചേർത്ത് വെച്ച് അവർ ജീവിച്ചായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. കുരിശ് പല കാര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. കുരിശ് എന്ന വലിയ സഹനത്തിൻ്റെ പ്രതീകം, ആ സഹനത്തിലൂടെ രക്ഷ കടന്നു വരുമെന്ന ഓർമ്മപ്പെടുത്തലിനപ്പുറം ക്രിസ്തു കുറേയധികം കാര്യങ്ങൾ കുരിശെന്ന ആ വസ്തുവിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. കുരിശ് നമ്മുടെ അടയാളമായിട്ടൊക്കെ നമ്മൾ സ്വീകരിക്കുമ്പോഴും ഇത് ജീവിതത്തോട് ചേർത്ത് വയ്ക്കേണ്ട പാഠങ്ങളാണ് നമുക്ക് ഓർക്കാം. കുരിശ് എന്നത് ഒരാൾ അയാളുടെ ജീവിതത്തിൽ സ്വീകരിക്കുന്ന സഹനങ്ങളാണ് എന്ന് ഓർമ്മിപ്പിക്കുമ്പോഴും ഏറ്റവും സ്നേഹത്തോടു കൂടി ചേർത്ത് പിടിക്കേണ്ട ഒന്നാണ് കുരിശെന്ന് കൂടി നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതായത് പാഷൻ ഓഫ് ക്രൈസ്റ്റിൽ ഈശോ കുരിശും എടുത്തുകൊണ്ട് നടന്നു പോകുന്ന ഒരു രംഗമുണ്ട്. കുരിശിനോട് കൂടെ ഈശോ നിലത്ത് വീണ് കഴിയുമ്പോൾ ആ ഒരുപാട് ആശ്വാസങ്ങളുടെയും പീഡകൾ സഹിച്ച് ക്ഷീണിതനായിരിക്കുന്നതിൻ്റെയും ഇടയിലും ആ തെറിച്ചുപോയ കുരിശ് വളരെ സ്നേഹത്തോടു കൂടി ഈശോ വീണ്ടും നീങ്ങി ചെന്നെടുത്ത് തോളത്ത് വെച്ച് കവളോട് ചേർത്ത് ആ കുരിശുമായി മുമ്പോട്ട് നീങ്ങുന്ന രംഗമുണ്ട്. വ്യക്തമാക്കി തരുന്നൊരു പാഠം ഇതാണ്: കുരിശ് വെറുക്കപ്പെട്ടൊരു കാര്യമല്ല, സ്നേഹത്തോട് ചേർത്ത് പിടിക്കുന്ന സഹനങ്ങളെ വിളിക്കേണ്ട പേരാ കുരിശ്. അതുകൊണ്ട് തന്നെ ലൂക്കായുടെ സുവിശേഷം 14:27 സ്വന്തം കുരിശ് വഹിക്കാതെ എൻ്റെ പിന്നാലെ വരുന്നവന് എൻ്റെ ശിഷ്യനാവാൻ കഴിയുകയില്ല എന്ന ആ വാക്യം നമ്മൾ കേൾക്കുമ്പോൾ സ്നേഹത്തോടു കൂടി അത് ചേർത്ത് പിടിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്ന ആ വാക്യത്തിലുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പലപ്പോഴും നമ്മൾ സംസാരത്തിനിടയിൽ ഇതൊരു കുരിശായിപ്പോയി,
ഇവനൊരു കുരിശായല്ലോ എന്നൊക്കെ പറയുമ്പോൾ വളരെ നെഗറ്റീവായിട്ടാണ് കുരിശെന്ന വാക്ക് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. പക്ഷേ ക്രിസ്തുവിനെ സംബന്ധിച്ചിടത്തോളം അത്ര നെഗറ്റീവായൊരു വാക്കല്ല കുരിശ്. ക്രിസ്തു തൻ്റെ ജീവിതത്തിൽ താൻ സ്നേഹിക്കുന്ന മനുഷ്യകുലത്തെ മുഴുവൻ രക്ഷിക്കാൻ വേണ്ടി ഉപകരണമായി സ്വീകരിക്കുകയും അത്ര കണ്ട് സ്നേഹത്തോടു കൂടി ചേർത്ത് പിടിക്കുകയും ചെയ്ത വസ്തുവിൻ്റെ പേരാണ് കുരിശ്. അതുകൊണ്ട് തന്നെ കുരിശ് വളരെ സുന്ദരമായിട്ടുള്ള ചില പാഠങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നു. ഒന്നാമത്തേതായിട്ട് കുരിശ് സ്നേഹത്തിൻ്റെ അടയാളമാണ്. സ്നേഹത്തിൻ്റെ അടയാളമായ കുരിശ് ഒരു ഏണിയാണ്, ഒരു ഗോവണിയാണ്. ഒരു ഗോവണിയെക്കുറിച്ച് നമ്മൾ ബൈബിളിൽ വായിക്കുന്നത് ഉൽപ്പത്തി ദിവസം 28-ാമത്തെ അധ്യായത്തിലാണ്. ബethേൽ എന്ന് പറയപ്പെടുന്ന സ്ഥലം, അഥവാ ആ സ്ഥലത്ത് വെച്ച് ദൈവം ഈ ഗോവണിയുടെ ഒരു ദർശനം നൽകുന്നതിൻ്റെ പേരിലാണ് ഈ സ്ഥലം ദൈവത്തിൻ്റെ വീടല്ലാതെ പിന്നെ മറ്റെന്താണ് എന്ന് പറഞ്ഞുകൊണ്ട് ബethേൽ എന്ന് പറയപ്പെടുന്ന ദൈവത്തിൻ്റെ വീട് എന്ന് പറയപ്പെടുന്ന പേര് ആ സ്ഥലത്തിന്, ലൂസ് എന്ന് പറയപ്പെടുന്ന ആ സ്ഥലത്തിന് ആ പേര് നൽകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. യാക്കോബ് എന്ന പൂർവ്വപിതാവ്. അവിടെ ആ ദർശനം ഇപ്രകാരമാണ്: സ്വർഗത്തിലേക്ക് ചാരി വെച്ചിരിക്കുന്ന ഒരു ഗോവണി, അതിലൂടെ മാലാഖമാർ മുകളിലേക്ക് കയറുന്നതും താഴേക്ക് ഇറങ്ങുന്നതുമായിട്ട് അദ്ദേഹം കാണുകയാണ്. സ്വർഗത്തിലേക്ക് കയറിപ്പോകുന്ന മാലാഖമാർ, തിരികെ താഴേക്ക് ഇറങ്ങി വരുന്ന മാലാഖമാർ. സമാനമായൊരു ദർശനം സുവിശേഷത്തിൽ കാണുന്നത് നഥാനിയേൽ ഇപ്രകാരം ഒരു ദർശനം കാണുമെന്ന് ഈശോ പറയുന്നുണ്ട്. അത്തിമര ചുവട്ടിൽ നിന്ന് ധ്യാനിച്ചിരുന്ന നഥാനിയേലിനെ നേരത്തെ കൂട്ടി താൻ കണ്ടു എന്ന് ഈശോ പറയുമ്പോൾ നഥാനിയേൽ യേശുവിൻ്റെ മഹത്വം തിരിച്ചറിയുന്നു. തുടർന്ന് ഈശോ നഥാനിയേലിനോട് പറയുന്ന വാക്യമാണ്: സ്വർഗം തുറക്കപ്പെടുന്നതും മാലാഖമാർ സ്വർഗത്തിലേക്ക് കയറിപ്പോകുന്നതും താഴേക്ക് ഇറങ്ങി വരുന്നതും നീ കാണും. ഈ സ്വർഗത്തിലേക്ക് ചാരി വെച്ചിരിക്കുന്ന ഗോവണി യഥാർത്ഥത്തിൽ കുരിശാണ്. കുരിശെന്ന ഗോവണിക്കൊരു പ്രത്യേകതയുണ്ട്. നമുക്ക് സാധാരണ ഗോവണികളെക്കുറിച്ച് അറിയാവുന്നത് മുകളിലേക്ക് കയറാനും താഴേക്ക് ഇറങ്ങാനും മാത്രമേ പറ്റുകയുള്ളൂ. പക്ഷേ കുരിശെന്ന ഗോവണിക്ക് വശങ്ങളിലേക്കും പടികളുണ്ട്. കുരിശ് നേരെയും വശങ്ങളിലേക്കും പടികളുള്ള ഒരു ഗോവണിയാണ്. അതായത് നേരെ സ്വർഗത്തിലേക്ക് പോകാനും സ്വർഗത്തിൽ നിന്ന് അനുഗ്രഹം വാങ്ങിച്ച് എൻ്റെ അടുത്തേക്ക് തന്നെ, എൻ്റെ ഇടങ്ങളിലേക്ക് തന്നെ ഇറങ്ങി വരാനുമുള്ള പ്രാർത്ഥനയുടെ ഗോവണിയായിട്ട് നമ്മൾ ആത്മീയതയെ കാണാൻ പാടില്ല. മറിച്ച് മുകളിലേക്ക് കയറുന്നതിനൊപ്പം വശങ്ങളിലേക്ക് കൂടി സഞ്ചരിക്കേണ്ടതുണ്ട് എന്ന ഓർമ്മപ്പെടുത്തലാണ് ഈ ഗോവണി നമുക്ക് നൽകുന്നത്. അതായത് കുരിശ് സ്നേഹത്തിൻ്റെ വശങ്ങളിലേക്കുള്ള യാത്ര കൂടി സഞ്ചരിച്ചാൽ മാത്രമേ ആത്മീയത പൂർണ്ണമാവുകയുള്ളൂ എന്ന് ഓർമ്മപ്പെടുത്തുന്ന ഗോവണിയാണ്. നേരെ മുകളിലേക്ക് കയറാനും നമ്മുടെ പ്രാർത്ഥനകളും കൃപകളും വാങ്ങിച്ച് താഴേക്ക് ഇറങ്ങാനും ഒപ്പം കരുണയുടെ സ്നേഹത്തിൻ്റെ വശങ്ങളിലേക്കുള്ള യാത്രകൾ കൂടി ചെയ്യുമ്പോഴാണ് കുരിശെന്ന ഗോവണി പൂർണ്ണമാകുന്നത്. രണ്ടാമതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക, ഇത് സമർപ്പണത്തിൻ്റെ അടയാളമാണ്. നമ്മളൊരു വിഷയം നിലത്തെഴുത്തെന്ന് പറയപ്പെടുന്ന പുസ്തകത്തിലെ ബോബീച്ചൻ വളരെ ഭംഗിയായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നൊരു വരിയാണ് ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുള്ളത്. ഇത് സമർപ്പണത്തിൻ്റെ അടയാളമാണ്. നമ്മൾ കണക്കൊക്കെ പഠിക്കുമ്പോൾ, ഗണിതം പഠിക്കുമ്പോഴത്തേക്ക് അതിൽ 2 തരം വരകളെക്കുറിച്ച് പഠിക്കാറുണ്ട്: ഹൊറിസോണ്ടൽ ലൈനും വെർട്ടിക്കൽ ലൈനും, അഥവാ തിരശ്ചീന രേഖയും ലംബരേഖയും. തിരശ്ചീന രേഖ നേരെ വരയ്ക്കുന്ന രേഖയാണ്. അതിന് വിപരീതമായിട്ട് മുകളിൽ നിന്ന് താഴേക്ക് വരയ്ക്കുന്ന രേഖയാണ് വെർട്ടിക്കൽ ലൈൻ അഥവാ ലംബരേഖ എന്ന് പറയുക. തിരശ്ചീന രേഖ എപ്പോഴും നമ്മുടെ ഭൗതിക താല്പര്യങ്ങളുടെ അടയാളമാണ്. ഈ ഭൂമിക്ക് സമാന്തരമായി വരയ്ക്കപ്പെട്ട രേഖ നമ്മുടെ ഭൗതിക താല്പര്യങ്ങളുടെ അടയാളം. എന്നാൽ ലംബരേഖ, വെർട്ടിക്കൽ ലൈൻ, മുകളിൽ നിന്ന് താഴേക്ക് വരയ്ക്കുന്ന രേഖ, അത് ദൈവത്തിൻ്റെ ഇഷ്ടം നമ്മളിലേക്ക് കടന്നു വരുന്നതിൻ്റെ പ്രതീകമാണ്. ഭൗതികതയുടെ തിരശ്ചീന രേഖയെ മുറിച്ചുകൊണ്ട് ലംബരേഖ സ്വർഗത്തിൽ നിന്നും താഴേക്ക് തിരുവിഷ്ടമായി കടന്നു വരുമ്പോൾ ആ മുറിച്ച് കടന്നു പോകുന്ന ഇടത്ത് കുരിശ് രൂപപ്പെടുന്നു. അതായത് എൻ്റെ ഇഷ്ടങ്ങളെ മുറിച്ച് കളഞ്ഞിട്ട് ഇനി ദൈവത്തിൻ്റെ ഇഷ്ടങ്ങൾക്ക് പ്രാധാന്യം കൊടുത്ത് ജീവിക്കാൻ തുടങ്ങുമ്പോൾ കുരിശ് രൂപപ്പെടുന്നു. അപ്പോൾ കുരിശ് ഈ 2 രേഖകൾ കൊണ്ട് മാത്രമേ സൃഷ്ടിക്കപ്പെടുത്തുള്ളൂ. ഒറ്റ രേഖ, ഈ ഭൂമിക്ക് സമാന്തരമായ രേഖ വരച്ചിട്ടിരിക്കുന്നവരുടെ ജീവിതങ്ങളൊന്നും ക്രിസ്തുവിനെ പ്രതിഫലിപ്പിക്കുന്ന കുരിശായി മാറത്തില്ല. മറിച്ച് അതിനെ മുറിച്ച് കളയുന്ന ദൈവത്തിൻ്റെ തിരുവിഷ്ടങ്ങൾ കുറുകെ വരച്ചു പോകുമ്പോൾ മാത്രമേ ഒരാളുടെ ആത്മീയതയ്ക്ക് കുറേ കൂടി ഭംഗിയുണ്ടാകുന്നുള്ളൂ. അയാളുടെ ജീവിതം ക്രിസ്തുവിനെ പ്രതിഫലിപ്പിക്കുന്ന കുരിശായി മാറുകയുള്ളൂ. നമുക്ക് പല ആളുകളുടെയും വാക്യങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഏറ്റവും ആദ്യം എന്ന് പറഞ്ഞത് പരിശുദ്ധ അമ്മ തന്നെയാണ്. പരിശുദ്ധ അമ്മ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 38-ാം വാക്യത്തിൽ പറയുന്നുണ്ട്: ഇതാ കർത്താവിൻ്റെ ദാസി. ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറയുമ്പോൾ ഈ തിരശ്ചീന രേഖ കർത്താവിൻ്റെ തിരുവിഷ്ടം കൊണ്ട് മുറിക്കപ്പെടട്ടെ എന്ന് പരിശുദ്ധ അമ്മ ഉറപ്പ് നൽകുകയായിരുന്നു. ഒരു വ്രതവാഗ്ദാനമായിരുന്നു അത്, ഒരു ക്രൈസ്തവ ജീവിതത്തിൻ്റെ വ്രതവാഗ്ദാനം. രണ്ടാമതായിട്ട് നമ്മൾ കാണുന്നത് സ്നാപയോഹന്നാനില്ല. യോഹന്നാൻ സുവിശേഷം 3-ാം അധ്യായം 30-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്: അവൻ വളരുകയും ഞാൻ കുറയുകയും വേണം. അങ്ങനെ മുറിച്ച് കളഞ്ഞിട്ട് ക്രിസ്തു കടന്നു വരട്ടെ. വഴിയൊരുക്കാൻ വന്നവൻ വിളിച്ചു പറഞ്ഞ വാക്യമാണത്.
വീണ്ടും പൗലോസ് അപ്പോസ്തലൻ ക്രിസ്തുവിൻ്റെ മഹത്വം തിരിച്ചറിഞ്ഞ് സാവുൾ പൗലോസായി മാറിയതിനു ശേഷം പിന്നീട് ഗലാത്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 20-ാം വാക്യത്തിൽ അദ്ദേഹം കുറിച്ച് വയ്ക്കുന്നുണ്ട്, ഇനി ഞാനല്ല ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കാൻ പോകുന്നത്. ഞാനില്ല, പകരം ക്രിസ്തു എന്നിൽ ജീവിക്കാൻ പോവുകയാണ്. അങ്ങനെ എന്നെ മുറിച്ച് കളഞ്ഞിട്ട് എന്നിൽ ക്രിസ്തുവിനെ പ്രതിഷ്ഠിക്കുന്നതിൻ്റെ പേരാണ് കുരിശെന്ന് പറയപ്പെടുന്നത്. മൂന്നാമതായിട്ട് കുരിശ് തുറവിയുടെ ഒരു അടയാളമാണ്. തുറന്നു പിടിച്ചിരിക്കുന്ന, എല്ലാവരെയും സ്നേഹിക്കുന്ന, എല്ലാവരെയും ചേർത്തണയ്ക്കുന്ന ഒരു പ്രതീകമാണ് കുരിശെന്ന് പറയപ്പെടുന്നത്. അതിന് ആരെയും ഒഴിച്ചു നിർത്താനായിട്ട് സാധിക്കുകയില്ല, എല്ലാവരെയും ചേർത്ത് പിടിക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ഒഴിവുകളോ അല്ലെങ്കിൽ പാർശ്വവൽക്കരിക്കപ്പെട്ടവരോ എൻ്റെ ജീവിതത്തിൽ ഇല്ല എന്ന് പ്രഖ്യാപിച്ച് ഈശോയുടെ സ്നേഹത്തിൻ്റെ അടയാളമാണ് തുറന്നു പിടിച്ചിരിക്കുന്ന കരങ്ങളോട് കൂടിയുള്ള കുരിശെന്ന് പറയപ്പെടുന്നത്. നമ്മൾ 2-ാം ലോക മഹായുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിലൊക്കെ പലതവണ കേട്ടിട്ടുള്ളൊരു സംഭവമാണ് തകർക്കപ്പെട്ട ദേവാലയത്തിൻ്റെ അവശിഷ്ടങ്ങൾ പരതി ചെന്ന ഇടവക വികാരിയും ഇടവക ജനങ്ങളും ചേർന്ന് കുരിശുരൂപം കണ്ടെടുക്കുന്നതിനെക്കുറിച്ച്. നമ്മൾ പലയാവർത്തി അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ രൂപതയിലേക്ക് സോഷ്യൽ സർവീസ് സെൻറ്ററിൽ കയറി ചെല്ലുമ്പോൾ തന്നെ ആദ്യം ചിത്രീകരിച്ചിരിക്കുന്ന തൂക്കിയിട്ടിരിക്കുന്ന ചിത്രം അത് തന്നെയാണ്. അതായത് ആ തിരിച്ചെടുത്ത കുരിശുരൂപത്തിനൊരു പ്രത്യേകതയുണ്ട്, അതിന് 2 കരങ്ങളുമില്ല. 2 കരങ്ങളുമില്ലാത്ത ആ കുരിശുരൂപം പുനർനിർമ്മിക്കാം അല്ലെങ്കിൽ അത് റിപ്പയർ ചെയ്തെടുക്കാം എന്നുള്ളതായിരുന്നു ആദ്യത്തെ തീരുമാനം. പക്ഷേ ജ്ഞാനിയായ വൈദികൻ ജനത്തെ പറഞ്ഞ് മനസ്സിലാക്കി, ഈ കുരിശുരൂപത്തിന് ഇനി കരങ്ങൾ വേണ്ട, പകരം അവിടെ നമുക്കൊരു കുറിപ്പ് എഴുതി വയ്ക്കാം, ഇനി നിങ്ങളുടേതല്ലാതെ എനിക്ക് വേറെ കരങ്ങളില്ല. ഈ ഒരു കുറിപ്പോട് കൂടി ആ ചിത്രം ലോകം മുഴുവൻ പ്രചരിച്ചിട്ടുണ്ട്. നമ്മൾ ഒരുപക്ഷെ അത് കണ്ടിട്ടുണ്ടാവും. അത് ഓർമ്മപ്പെടുത്തുന്നതാണ്, തുറന്നു പിടിച്ച വിരിച്ചു പിടിച്ച എൻ്റെ കരം ഇനി നീയാണ്. അനേകരെ മാറ്റി നിർത്തപ്പെട്ടവരെ ഫോർ ദ ലീസ്റ്റ് ലോസ്റ്റ് ആൻഡ് ലാസ്റ്റ് എന്നാണ് എല്ലാ സോഷ്യൽ സർവീസ് അതിൻ്റെ ആപ്തവാക്യമായിട്ട് എഴുതിയിരിക്കുന്നത്. മാറ്റി നിർത്തപ്പെട്ടവനെയും തള്ളി മാറ്റി അല്ലെങ്കിൽ പാർശ്വവൽക്കരിക്കപ്പെട്ടവർ, ഉപേക്ഷിക്കപ്പെട്ടവർ, ഏറ്റവും തകർക്കപ്പെട്ടവരെന്നൊക്കെ പറയുന്നവരെ ചേർത്ത് പിടിക്കാനായിട്ട് നിനക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ നീ ക്രിസ്തു തൂങ്ങിയ കുരിശിൻ്റെ പ്രതീകമായി മാറും എന്ന ഓർമ്മപ്പെടുത്തലാണ് നമുക്ക് മൂന്നാമതായിട്ട് കാണാൻ സാധിക്കുക. ആ കൊളോസ്സാർക്കെതിരെ 3-ാം അധ്യായത്തിലെ 11-ാം വാക്യത്തിൽ നമ്മളിത് കാണുന്നുണ്ട്. ആ വാക്യം ഇപ്രകാരമാണ്, ഇവിടെ ഗ്രീക്കുകാരനെന്നോ യഹൂദനെന്നോ പരിച്ഛേദനെന്നോ അപരിച്ഛേദനെന്നോ അപരിഷ്കൃതനെന്നോ സ്ഥിതിയനെന്നോ അടിമയെന്നോ സ്വതന്ത്രനെന്നോ വ്യത്യാസമില്ല, പിന്നെയോ ക്രിസ്തു എല്ലാമാണ്, എല്ലാവരിലുമാണ്. മാറ്റി നിർത്തപ്പെടില്ലാത്ത ഒരു ജീവിതം നയിക്കുന്നതിന് കുരിശായി രൂപപ്പെടാനായിട്ട് സാധിക്കും. 4-മതായിട്ട് കുരിശ് പോസിറ്റിവിറ്റിയുടെ പ്രതീകമാണ്. പോസിറ്റീവ് എന്ന് നമ്മൾ എഴുതാനായിട്ട് ഉപയോഗിക്കുന്നത് കുരിശാണ്. ആ കുരിശ് വരച്ചുകൊണ്ട് നമ്മൾ പോസിറ്റീവ് ആണെന്ന് അവതരിപ്പിക്കുക. ഒരുപക്ഷെ ഈ കോവിഡിൻ്റെയൊക്കെ കാലഘട്ടത്തിൽ നമ്മൾ ചിന്തിക്കും, പോസിറ്റീവ് എന്ന് പറയുന്നത് നെഗറ്റീവായി കാണുന്നത് കോവിഡിൻ്റെ ഒരു കാര്യത്തിൽ മാത്രമാണ്. മറിച്ച് പോസിറ്റീവ് എന്ന് നമ്മൾ പറയുന്ന എല്ലാ കാര്യങ്ങളും പോസിറ്റീവ് തന്നെയാണ്. ബി പോസിറ്റീവ് എന്ന് പലപ്പോഴും നമ്മൾ ചില ബലപ്പെടുത്താൻ വേണ്ടി നമ്മൾ പറയാറുണ്ട്. പോസിറ്റീവായിട്ടിരിക്കുക, പോസിറ്റീവായിട്ട് ചിന്തിക്കുക. എന്തിനാ ഇങ്ങനെ മോശമായിട്ട് അല്ലെങ്കിൽ നാശത്തെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്നതും നിരാശയിൽ അടിപ്പെട്ടു പോകുന്നതും? കുരിശ് യഥാർത്ഥത്തിൽ ഒരു പൂമരമാണ്. ഈസ്റ്ററിൻ്റെ വിഷിംഗ് കാർഡുകൾ നമ്മൾ ചിലപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അതിൽ വളരെ ഭംഗിയായിട്ട് അവതരിപ്പിക്കുന്നൊരു വസ്തുതയുണ്ട്. കുരിശെന്ന് പറയപ്പെടുന്ന ഉണക്കമരം പൂത്തുലഞ്ഞ് നിൽക്കുന്നു, അതിൽ പൂ പിടിച്ചിട്ടുണ്ട്. ക്രിസ്തു ആ ഉണക്കമരത്തിൽ നിന്നും ഉയർത്തെഴുന്നേറ്റവനാണ്. ആ കുരിശിന് പ്രതീകം ഉണങ്ങിപ്പോകാനുള്ളതല്ല, അതിനകത്ത് നിന്നും വീണ്ടും പൂക്കൾ ഉണ്ടാവും എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തൽ. ഈസ്റ്റർ എന്ന് പറയപ്പെടുന്ന വാക്കിനും അങ്ങനെ ഒരു പശ്ചാത്തലമുണ്ട്. ദേവസ്ഥാന എന്നൊക്കെ പറയപ്പെടുന്ന വസന്തദേവതയുമായിട്ട് ബന്ധപ്പെട്ടാണ് ആ വാക്ക് രൂപപ്പെടുന്ന പോലും. അതോടെ മനസ്സിലാക്കാൻ സാധിക്കുക, ഇനിയും പൂത്തുലയും, ഇത് ഉണങ്ങിപ്പോകാനുള്ളതല്ല എന്ന ഓർമ്മപ്പെടുത്തൽ, ആ പോസിറ്റീവ് ഓർമ്മപ്പെടുത്തൽ കുരിശ് നമുക്ക് നൽകുന്നുണ്ട്. പോസിറ്റീവായിട്ട് ചിന്തിക്കുക, എല്ലാത്തിലും ഇവിടെ തീർന്നു എന്നുള്ളൊരു ചിന്ത അവസാനിപ്പിക്കുക. ലാസറിൻ്റെ കുഴിമാടത്തിന് വെളിയിൽ നിൽക്കുന്ന യേശു കല്ലുരുട്ടി മാറ്റാനായിട്ട് ആവശ്യപ്പെടുമ്പോൾ കണ്ടു നിൽക്കുന്ന ജനം പറയുന്നുണ്ട്, 3 ദിവസമായി ദുർഗന്ധം വഹിക്കുന്നുണ്ടാവും. അതിനകത്ത് അത് തുറന്നു കഴിഞ്ഞാൽ ആ മൃതശരീരത്തിൻ്റെ ദുർഗന്ധം നമുക്ക് സഹിക്കാൻ പറ്റത്തില്ല എന്നുള്ള രീതിയിലൊക്കെ കാര്യങ്ങൾ പറയുമ്പോൾ ക്രിസ്തു വളരെ പോസിറ്റീവായിട്ട് പറയുന്നുണ്ട്, അവൻ ഉറങ്ങുകയാണ്. ആ മരണപ്പെട്ടവരെ ഉയർപ്പിക്കുമ്പോഴൊക്കെ ക്രിസ്തു ആവർത്തിക്കുന്നൊരു കാര്യമാണ്, ആ ഉറങ്ങുകയാണ്. ഭാര്യ എഴുന്നേൽക്കുക, അവർ ക്ഷീണം കാണും, ഭക്ഷിക്കാൻ കൊടുക്കുക. വളരെ പോസിറ്റീവായിട്ടാണ് മരണത്തിനപ്പുറത്തേക്കുള്ളൊരു കാലത്തെക്കുറിച്ച് പോലും ക്രിസ്തു നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. കുരിശ് പോസിറ്റിവിറ്റിയാണ്. തങ്ങളോട് ചേർന്ന് നിൽക്കുന്ന, തൻ്റെ ചുറ്റുപാടുമുള്ള നിരാശയിൽ അടിപ്പെട്ടു പോയ ഏതൊരാൾക്കും പ്രത്യാശയിലൂടെ രക്ഷ പകരാനായിട്ട് സാധിക്കുന്ന ഒരാൾ കുരിശുമരമായി മാറുകയാണ്.
ബെനഡിക്ട് 16 പാപ്പയുടെ ആ ചാക്കിൽ ലേഖനത്തിൻ്റെ പേര് പോലെ സ്പേ സാൽവി, പ്രത്യാശയിൽ രക്ഷ. പ്രത്യാശയിൽ രക്ഷയുണ്ടെന്ന് ആരോടെങ്കിലുമൊക്കെ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും നമുക്കൊരു ഊർജ്ജം പകർന്നു നൽകാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ കുരിശിൻ്റെ പോസിറ്റിവിറ്റി പേർന്നവരാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വീണ്ടും നമ്മൾ കുരിശ് ഹീലിങ്ങിൻ്റെ പ്രതീകമാണ്, സൗഖ്യപ്പെടുത്തലിൻ്റെ പ്രതീകമാണ്. നമ്മൾ ആദ്യകാലം തൊട്ടേ ഇപ്പോഴും ഒക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആംബുലൻസിലും ആശുപത്രികളിലുമൊക്കെ സൗഖ്യത്തിൻ്റെ അടയാളമായിട്ട് കുരിശ്, രക്തവർണ്ണമായ കുരിശ് രൂപം ഉപയോഗിക്കുന്നത് വളരെ വ്യക്തമായിട്ടും ഈശോയുടെ സൗഖ്യത്തെ ഓർമ്മപ്പെടുത്തുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിൽ നമ്മൾ പഴയ നിയമത്തിലെ മോശയുടെ മരുഭൂമിയിൽ ഉയർത്തിയ പിത്തള സർപ്പത്തിൻ്റെ പ്രതീകമാണ് ഡോക്ടേഴ്സിൻ്റെ എംബ്ലമായിട്ട് ഇന്ന് ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ ഒരു തുടർച്ചയെന്ന രീതിയിൽ പുതിയ മോശ മരുഭൂമിയിൽ പിത്തള സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രൻ ഉയർത്തപ്പെടുമെന്ന് ക്രിസ്തു പറയുന്ന ആ വാക്യം ഓർമ്മിപ്പിക്കത്തക്ക രീതിയിൽ സൗഖ്യത്തിൻ്റെ അടയാളമായിട്ട് കുരിശുരൂപം മാറുന്നുണ്ട്. ഒരുപാട് സൗഖ്യം നമുക്ക് കുരിശിൽ നിന്ന് നേടിയെടുക്കാൻ സാധിക്കും. ശരീരത്തിൻ്റെ സൗഖ്യത്തെക്കുറിച്ച് മാത്രമല്ല ഈ പറയുന്നത്. കുറേ സഹനങ്ങളിലൂടെ, രക്തചൊരിച്ചിലൂടെയൊക്കെ കടന്നു പോകുന്ന, അല്ലെങ്കിൽ മനസ്സിടിയുന്നൊരു വേളകളിലൂടെ കടന്നു പോയിട്ട് ആ സഹനത്തെ സ്നേഹപൂർവ്വം ചേർത്ത് പിടിക്കാനും ധ്യാനിക്കാനും ശ്രമിച്ചു കഴിയുമ്പോൾ കുറേ കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്, ഞാൻ മുൻപുണ്ടായിരുന്നതിനേക്കാൾ കുറെ കൂടി ബലമുള്ളവനായി മാറി, സൗഖ്യമുള്ളവനായി മാറി, അല്ലെങ്കിൽ സൗഖ്യം പകർന്നു നൽകാൻ സാധിക്കുന്നതിനായിട്ട് മാറി. അങ്ങനെ സൗഖ്യത്തിൻ്റെ പ്രതീകമായിട്ട് നമുക്ക് കുരിശിനെ വായിച്ചെടുക്കാൻ സാധിക്കും. അഞ്ചാമതായിട്ട് നമുക്ക് കുരിശിനെ മനസ്സിലാക്കാൻ സാധിക്കുക, ഇത് ഒരു വലിയ വിളക്കുമരമാണ്. ക്രിസ്തു എന്ന് പറയപ്പെടുന്ന പ്രകാശം തൂങ്ങിക്കിടന്ന വിളക്കുമരം. ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണെന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞ ഒരാൾ 3 ആണികളിൽ തൂങ്ങി ഒരു മരത്തിൽ കിടക്കുന്നുണ്ടെങ്കിൽ അതിനെ ലൈറ്റ് ഹൗസ് എന്ന് തന്നെയാണ് നമ്മൾ വിളിക്കേണ്ടത്. കുരിശുമരം ഒരു വിളക്കുമരമാണ്. ക്രിസ്തുവിനെ ജീവിതത്തിലേക്ക് പകർത്താൻ സാധിക്കുന്ന, പ്രതിഫലിപ്പിക്കാൻ സാധിക്കുന്ന ഏതൊരാൾക്കും വിളക്കുമരമായി മാറാനായിട്ട്, ലൈറ്റ് ഹൗസായിട്ട് മാറാൻ സാധിക്കുന്ന ഓർമ്മപ്പെടുത്തിട്ട് കൂടി കുരിശിൽ നിന്ന് നമ്മൾ വായിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. കുരിശ് എന്ന വിളക്കുമരം ആയി മാറുവാനായിട്ട് നമ്മളെ ക്രിസ്തു ഓർമ്മിപ്പിക്കുകയാണ്. ക്രിസ്തു നമ്മളെ ചേർത്ത് പിടിക്കുമ്പോൾ ആ കുരിശെന്ന അടയാളം നമ്മുടെ ഹൃദയത്തിലേക്ക് പകർന്നു നൽകുന്നുണ്ട്. കാരണം തിരുഹൃദയത്തിൻ്റെ മുകളിൽ ജ്വലിക്കുന്ന അഗ്നി ജ്വാലകൾക്കിടയിലായിട്ട് ആ കുരിശ് രൂപം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ആ കുരിശ് ഹൃദയത്തിൻ്റെ മുകളിൽ നാട്ടേണ്ടതാണെന്ന് ക്രിസ്തു നമ്മളെ ഓർമ്മിപ്പിക്കുക. തിരുഹൃദയം അങ്ങയുടെ ഹൃദയത്തിനൊത്തതാക്കി എൻ്റെ ഹൃദയവും മാറ്റണമേ നമ്മൾ തിരുഹൃദയം നോക്കി പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ പറയാതെ പറയുന്നൊരു കാര്യം ഇത് തന്നെയാണ്. എൻ്റെ ഹൃദയത്തിൻ്റെ സ്നേഹത്തിൻ്റെ അഗ്നിജ്വാലകൾക്ക് മുകളിലും ആ കുരിശ് രൂപം ഹൃദയത്തിന് മുകളിൽ നാട്ടിക്കൊണ്ട് ക്രിസ്തുവിൻ്റെ ആ ഒരു ചൈതന്യം ഏറ്റുവാങ്ങാനായിട്ടാണ് ക്രിസ്തു നമ്മളെ ക്ഷണിക്കുന്നത്. ഇപ്പോൾ ക്രിസ്തു കുരിശിലൂടെ നമ്മളെ പഠിപ്പിക്കുന്ന വ്യത്യസ്തങ്ങളായ പാഠങ്ങളാണ് ഇവയെല്ലാം. കുരിശെന്ന് പറയപ്പെടുന്നത് സ്നേഹത്തിൻ്റെ വലിയൊരു അടയാളമാണ്. അതുകൊണ്ട് തന്നെ കുരിശ് മുകളിലേക്കും താഴേക്കും മാത്രം ഇറങ്ങാനുള്ളൊരു ഗോവണിയല്ല, മറിച്ച് വശങ്ങളിലൂടേക്ക് പോകാൻ വേണ്ടിയുള്ളൊരു ഗോവണി കൂടിയാണ്. രണ്ടാമതായിട്ട് കുരിശ് സമർപ്പണത്തിൻ്റെ പ്രതീകമാണ്. എൻ്റെ ഇഷ്ടങ്ങളെ മുറിച്ച് കളഞ്ഞ് തിരുവിഷ്ടം നിറവേറ്റാൻ വേണ്ടിയുള്ള ഓർമ്മപ്പെടുത്തലാണ് കുരിശ്. മൂന്നാമതായിട്ട് കുരിശ് തുറവിയുടെ അടയാളമാണ്. എല്ലാവരെയും, ആരെയും മാറ്റി നിർത്താതെ എല്ലാവരെയും ചേർത്ത് പിടിക്കാൻ വേണ്ടി കുരിശ് പിടിച്ചൊരു കരം നമുക്കുണ്ടാകുമ്പോൾ നമ്മളിൽ കുരിശ് രൂപപ്പെടുന്നു. നാലാമതായിട്ട് കുരിശ് പോസിറ്റിവിറ്റിയുടെ പ്രതീകമാണ്. എല്ലാ കാര്യങ്ങളിലും ഇനിയും ഒരു ശുഭപ്രതീക്ഷയുണ്ട്. ഇവിടെ കാര്യങ്ങൾ അവസാനിക്കുന്നില്ല. ഈ അന്ധകാരം നിറഞ്ഞ രാത്രിക്കപ്പുറം ഒരു പൊൻപുലരി ഉണ്ടെന്ന് ഓർമ്മിപ്പിക്കുന്നതാണ് കുരിശ്. അങ്ങനെ മറ്റുള്ളവരിലേക്ക് പ്രത്യാശ നൽകുവാനായിട്ട് സാധിക്കുന്ന ഏതൊരാളിലും കുരിശുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ട സാധിക്കും. അഞ്ചാമതായിട്ട് നമ്മൾ കുരിശ് ഒരു സൗഖ്യത്തിൻ്റെ പ്രതീകമാണ്. നമുക്ക് ചുറ്റുമുള്ളവരിലേക്ക് സൗഖ്യം പകർന്നു നൽകുവാനായിട്ട് നമുക്ക് കുരിശ് കൊണ്ട് സാധിക്കണം. അതിനൊപ്പം തന്നെ നമുക്കുള്ളിലും ആ കുരിശ് കൊണ്ടുള്ള സൗഖ്യം നമ്മൾ നേടിയെടുക്കേണ്ടതായിട്ടുണ്ട്. കുറേ സഹനങ്ങളിലൂടെ കടന്നുപോയി ഒടുവിൽ എന്താണ് ബാക്കിയെന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കണം, ഇപ്പോൾ മുമ്പുണ്ടായിരുന്നതിനേക്കാൾ എനിക്ക് കുറേ കൂടി ബലമുണ്ടായിട്ടുണ്ട്. എൻ്റെ മനസ്സിന്, എൻ്റെ ആത്മാവിന്, എൻ്റെ ആത്മീയതയ്ക്ക് കുറേ കൂടി ബലം പ്രാപിക്കാനായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട്. സഹനങ്ങൾക്ക് ഒടുവിൽ ഈ ബലം പ്രാപിച്ചു എന്നുള്ള ഓർമ്മപ്പെടുത്തൽ കുരിശ് നമുക്ക് നൽകേണ്ടതായിട്ടുണ്ട്. വീണ്ടും കുരിശ് ഒരു വിളക്കുമരമാണ്. ക്രിസ്തു എന്ന പ്രകാശത്തെ പ്രതിഫലിപ്പിക്കാനായിട്ട് നമ്മുടെ ജീവിതത്തിൽ സാധിക്കുമ്പോൾ നമ്മളൊരു വലിയ ലൈറ്റ് ഹൗസായി, വിളക്കുമരമായിട്ട് മാറുന്നുണ്ട്. അങ്ങനെ ക്രിസ്തുവിൻ്റെ കുരിശ് നൽകുന്ന ഈ സുന്ദരമായ പാഠങ്ങൾ നമ്മുടെ ഹൃദയത്തിലേക്ക് ചേർത്ത് വെച്ച് തിരുഹൃദയത്തെ പോലെ തന്നെ നമ്മുടെ ഹൃദയത്തിൻ്റെയും മധ്യഭാഗത്തായിട്ട് അല്ലെങ്കിൽ മുകളിലായിട്ട് സ്നേഹത്തിൻ്റെ തീജ്വാനങ്ങൾക്ക് നടുവിൽ ക്രിസ്തുവിൻ്റെ കുരിശ് രൂപപ്പെടുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ആ തിരുഹൃദയം പോലെ നമ്മുടെ ഹൃദയങ്ങളും ആകണമെന്ന്. കുരിശ് രക്ഷയുടെ അടയാളമാണ്. സ്നേഹത്തിൻ്റെയും പങ്കുവെക്കലിൻ്റെയും മഹത്തായ അനുഭവം. ആ വലിയ രക്ഷയുടെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തെ സമ്പൂർണ്ണമാക്കട്ടെ.
ഏവർക്കും ക്രിസ്തു സ്നേഹവും സമാധാനവും നേരുന്നു. പ്രാർത്ഥനയിൽ നമുക്ക് പരസ്പരം ഓർമ്മിക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കാൻ മറക്കരുത്. eldroyvision.uae@gmail.com. ഞങ്ങളെ ഉണർത്തുന്ന പുതിയ പ്രഭാതം, അതിരുകൾ ഭേദിക്കും സ്നേഹത്തിൻ്റെ രശ്മികൾ. ഞങ്ങളെ ഉണർത്തുന്ന പുതിയ പ്രഭാതം. മന്ന